ഞാൻ മുല്ലത്തരം ഡാലി മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര. ഒന്ന് കേട്ടിട്ട് പോ 18-ാം ഭാഗം. ഒന്ന് കേട്ടിട്ട് പോ 18-ാം ഭാഗം. 103-ാം സങ്കീർത്തനം 13-ാം വാക്യം. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയായ ദൈവത്തിന് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയായ ദൈവത്തിന് മക്കളോട്, തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. അതിൻ്റെ അർത്ഥം യഹോവയായ ദൈവത്തിന് തൻ്റെ ഭക്തൻ മകനെ പോലെയാണ്. യഹോവയും ഭക്തനും തമ്മിലുള്ള ബന്ധം അപ്പനും മകനും പോലെയാണ്. ഞാൻ ഒരിക്കലൊരു വീഡിയോ ചെയ്ത് അപ്പനെയാണോ കൂടുതൽ ഇഷ്ടം അമ്മയെയാണോ കൂടുതൽ ഇഷ്ടം എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്ത് ഞാനത് പോസ്റ്റ് ചെയ്തു ഫേസ്ബുക്കിലുമൊക്കെ. ലക്ഷക്കണക്കിന് ആളുകൾ അത് കാണുകയുണ്ടായി, വൈറലായി. പലരും പല ഉത്തരങ്ങളാണ് തന്നത്. പക്ഷെ ഇന്ന് എന്നോട് ആ ചോദ്യമാണ് ആരെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനും അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം അമ്മയെയാണോ കൂടുതൽ ഇഷ്ടമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അച്ഛനെയാണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് കൂടുതൽ ഇഷ്ടം എൻ്റെ അപ്പനെയാണെന്ന് ഞാൻ പറയും. കാരണം എന്താണെന്നറിയാമോ? എനിക്കെൻ്റെ അപ്പനെയാണ് കൂടുതൽ ഇഷ്ടമെന്ന് ഞാൻ പറയുന്നതാണ് എൻ്റെ അമ്മയ്ക്കിഷ്ടം. എൻ്റെ അമ്മ കേൾക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എനിക്കെൻ്റെ അപ്പനെ ഇഷ്ടമാണെന്ന് പറയുന്നതാണ്. ഇവിടെ അപ്പനും മകനും, യഹോവയായ ദൈവത്തിന് തൻ്റെ ഭക്തൻ മകനെ പോലെയാണ്, അല്ലെങ്കിൽ മകളെ പോലെയാണ്, മക്കളെ പോലെയാണ്. ഇതാണ് അപ്പനും മക്കളും പോലുള്ള ബന്ധമാണ് യഹോവയായ ദൈവവും തൻ്റെ ഭക്തനും തമ്മിലുള്ളത്. ഇതിൻ്റെ പ്രധാന തെളിവ് വിശുദ്ധ വേദപുസ്തകത്തിലെ യോനായുടെ കഥയാണ്. ഇവർ രണ്ടിൻ്റെ കഥ അപ്പനും മക്കളും പോലെ തന്നെയാണ്. ഒരു ഭക്തനും യഹോവയും തമ്മിലുള്ള കഥ. നിനവയിലേക്ക് നീ പോകാം. അവിടെ ചെന്ന് അവിടുത്തെ ജനം അകൃത്യം ചെയ്യുന്നു. ആ നാട് അകൃത്യം പെരുകുന്നു. ഞാൻ ആ നാടിനെ നശിപ്പിക്കും. നീ അവിടെ ചെന്ന് അതിനെ ശപിക്കുക അല്ലെങ്കിൽ പ്രാകുക എന്ന് പറഞ്ഞ് യഹോവയായ ദൈവം യോനയെ അവിടേക്ക് പറഞ്ഞു വിടുന്നു. 40 ദിവസത്തെ സമയവും കൊടുക്കുന്നുണ്ട്. പക്ഷേ യോന നിനവേയ്ക്ക് പകരം തർശീശിലേക്ക് കണ്ട ഒരു കപ്പലിൽ കയറി. ആ കപ്പലിൻ്റെ അടിത്തട്ടിൽ പോയി കിടന്ന് പുള്ളിക്കാരൻ സുഖമായിട്ട് അങ്ങ് ഉറങ്ങി. യഹോവ പറഞ്ഞു നിനവേയ്ക്ക് പോകാൻ. അവൻ പോകുന്നത് തർശീശിലെ കപ്പലിലേക്ക്. കപ്പലാടി ഉലഞ്ഞു. കടൽ ക്ഷോഭം കൊണ്ട് ഉയർന്നു, തിരമാലകൾ പൊങ്ങി, പെരും കാറ്റടിച്ചു. ആളുകൾ പേടിച്ചു വിറച്ചു. ഈ കപ്പൽ മുങ്ങും എന്ന സ്ഥിതി വന്നപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാൾ മറ്റുള്ളവരോട് പറഞ്ഞു, നിങ്ങൾ ഏത് ദൈവത്തിൽ വിശ്വസിക്കുന്നു? നിങ്ങളുടെ ദൈവത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന്. ഓരോരുത്തരും അവരുടെ ദൈവങ്ങളെ വിളിച്ചു കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ കപ്പൽ പ്രമാണി യോനയുടെ അടുത്തും വന്നു. യോനയോട് ചോദിച്ചു, നീ ആരാണ്? എവിടേക്ക് പോകുന്നു? അവനോട് കാര്യങ്ങൾ തിരക്കിയപ്പോൾ അവൻ പറഞ്ഞു, കടലും കരയും സൃഷ്ടിച്ച യഹോവയെ ധ്യാനിക്കുന്നവൻ, യഹോവയെ ഭജിക്കുന്നവനാണ് ഞാൻ. അല്പം കൂടി ലളിതമായ ഭാഷയിൽ പറഞ്ഞ ഞാനൊരു വിശ്വാസിയാണ്, യഹോവയുടെ വിശ്വാസി. അത് കേട്ടപ്പോൾ ജനങ്ങളും ഒന്ന് ഞെട്ടി. കാരണം അവർക്ക് യഹോവയുടെ ശക്തി അറിയാം. കുറ്റം ചെയ്ത ഈ യോന കാര്യങ്ങൾ തിരക്കി. അതാ കപ്പൽ മുങ്ങുവാൻ പോകുന്നു, കപ്പൽ ആടി ഉലയുന്നു, കൊടും കാറ്റ് വരുന്നു. കാര്യങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അവന് മനസ്സിലായി അവൻ ഈ കപ്പലിലുള്ളത് കൊണ്ടാണെന്ന്. വിശ്വാസിക്ക് തെറ്റ് ചെയ്യുമ്പോഴും അറിയാം, അതിൻ്റെ പരിഹാര മാർഗവും അവനറിയാം. യോന പറഞ്ഞു, എന്നെ എടുത്ത് സമുദ്രത്തിലേക്ക് എറിയുക, ഈ കടൽ ശാന്തമാകും. അവർ പരസ്പരം നോക്കി. നമുക്ക് രക്ഷത വേണമെങ്കിൽ ഇത് തന്നെയാണ് മാർഗം. കാരണം നിർദ്ദേശം യഹോവയായ ദൈവത്തിൻ്റെയാണ്, പറയുന്നത് യഹോവയുടെ ഭക്തൻ്റെതാണ്. അവർ യോനായെ പൊക്കിയെടുത്ത് കടലിലേക്ക് എറിഞ്ഞു. ആദ്യം തന്നെ ഈ അപ്പൻ്റെ മകൻ നിനവയിലേക്ക് പോകാൻ തർശീശിലേക്ക് വെച്ചു പിടിപ്പിച്ചു. ഒരപ്പനായതുകൊണ്ട് ക്ഷമിച്ചു, കരുണയുള്ളവനായതുകൊണ്ട്. അപ്പനും മകനും തമ്മിലുള്ള ബന്ധം ഇതാ ഞാൻ പറഞ്ഞത്. ക്ഷമിച്ചു. അവനെ പൊക്കിയെടുത്ത് കടലിലേക്ക് ഇട്ടു. കൊല്ലാൻ സമ്മതിച്ചില്ല യഹോവയായ ദൈവം. അവന് വേണ്ടി ഒരു മത്സ്യത്തെ തയ്യാറാക്കി നിർത്തി. ആ മത്സ്യം അവനെ വിഴുങ്ങി. 3 രാവും 3 പകലും അതിനകത്ത് അവൻ വിശ്രമിച്ചു. ഈ മത്സ്യം അവസാനം ഛർദ്ദിച്ചു കരയിലേക്ക്. അവൻ തർശീശിലെത്തി. തർശീശത്തിൽ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞു,
അവസാനം അവൻ്റെ കടമ അവൻ ചെയ്യുക. ഇവിടുത്തെ അകൃത്യം പെരുകിയിരിക്കുന്നു. യഹോവയായ ദൈവം ഈ നാട് നശിപ്പിക്കും. അവൻ വിളിച്ചു പറഞ്ഞത് കേട്ട ജനങ്ങൾ, യഹോവയുടെ പേര് കേട്ട ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവർക്ക് സ്വയം മനസ്സിലായി, ഞങ്ങൾ തെറ്റുകളാണ് ചെയ്യുന്നത്, അകൃത്യം നിർത്തണമെന്ന് തിരിച്ചറിഞ്ഞ അവർ ഒരു ഉപവാസം പ്രഖ്യാപിച്ചു. രട്ടെടുത്ത് മുട്ടിന്മേൽ നിന്ന് യഹോവയായ ദൈവത്തോട് പ്രാർത്ഥിച്ചു, പരിശുദ്ധനെ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ എന്ന്. കരുണാമയനായ ദൈവം അവരോട് ക്ഷമിച്ചു. ആ നാട് നശിപ്പിക്കുമെന്ന് പറഞ്ഞ യഹോവയെ ദൈവത്തിന് അവരോട് കരുണ തോന്നി. ഇതൊരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആർക്കാണെന്നറിയാമോ? ആ വിശ്വാസിക്ക്, ആ യോനയ്ക്ക്, ആ അപ്പൻ്റെ മകന്. അവർ നശിക്കുന്നത് കണ്ടിരുന്നെങ്കിൽ ഇവൻ ഇഷ്ടപ്പെടുമായിരുന്നു. ഒരു വിശ്വാസിക്ക് ആവശ്യം അതാണോ? ഒരു നാട് തകർന്ന് തരിപ്പണമാകുന്നതാണോ ഒരു വിശ്വാസിയുടെ ലക്ഷ്യം? അവൻ്റെ ഉദ്ദേശം അതാണോ? അത് കണ്ട് അവൻ സന്തോഷിക്കണോ? ചോദ്യം നിങ്ങളോടുകൂടിയാ. അയൽവക്കത്തൊരാള് ദുഃഖത്തിലും സങ്കടത്തിലും പെട്ട് വലയുമ്പോൾ അവൻ നശിക്കാനാണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അല്ലല്ലോ. ഇവിടെ യോന അത്ഭുതപ്പെട്ടു പോയി. യഹോവയെ ദൈവം എന്നെ പറഞ്ഞത് ഇവരെ ശപിക്കാനും ഈ നാട് തകർക്കാനും. അതാണ്ട് ഇപ്പൊ തിരിച്ചായിരിക്കുന്നു. ഈ യോനയ്ക്ക് ദേഷ്യം വന്നു, കോപം വന്നു. ആരോടാ? അപ്പനോട്. ഈ വിശ്വാസിക്ക് കോപം വന്നു. ആരോടാ? യഹോവയായ ദൈവത്തോട്. എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് എന്തിനാണ്? ഇതിനല്ലേ നേരത്തെ ഞാൻ തന്നെ മാറിപ്പോയത്. അവന് അരിശം കയറി, ദേഷ്യം വന്നു. മകൻ അപ്പനോട് ദേഷ്യം. അവൻ പോയി ഒരു കുടില് കെട്ടി മരുഭൂമിയുടെ സൈഡിലായി പോയി താമസിച്ചു. ഇപ്പോഴും ഇത്രയൊക്കെ തെറ്റുകൾ ചെയ്തിട്ടും പറഞ്ഞത് കേൾക്കാതെ, അനുസരണയില്ലാതെ നിനവേക്ക് പോകാൻ പർശീഷിലേക്ക് പോയവൻ, ഞാൻ ഒരു പറ്റം ജനങ്ങളെ രക്ഷിച്ചപ്പോൾ, അവരെ സമാധാനിപ്പിച്ചപ്പോൾ, അവർക്ക് ആശ്വാസം കൊടുത്തപ്പോൾ, ഒരു നാട് രക്ഷിച്ചെടുത്തപ്പോൾ സന്തോഷിക്കുന്നതിന് പകരം എന്നോട് ദേഷ്യം കയറി അതാ മാറിപ്പോയി കുടിലും കെട്ട് താമസിക്കുന്നവനോട് അപ്പന് കരുണ തോന്നി. യഹോവയായ ദൈവത്തിന് അപ്പോഴും തൻ്റെ ഭക്തനോട് കരുണ തോന്നുക. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയായ ദൈവത്തിന് തൻ്റെ ഭക്തനോടും കരുണ തോന്നുന്നു. ഇത്രയൊക്കെ തെറ്റ് ചെയ്തപ്പം ഇവനൊരു മകനല്ലായിരുന്നെങ്കിൽ, ഇവനൊരു ഭക്തനല്ലായിരുന്നെങ്കിൽ കഥ മറ്റൊന്നായി മാറുമായിരുന്നു. ഒരു കുടില് കെട്ടിപ്പോയി ദേഷ്യം കയറി താമസിക്കുക, അതും ചൂടത്ത് മരുഭൂമിയുടെ അടുത്ത് തന്നെ. കരുണ തോന്നിയ യഹോവയായ ദൈവം അവന് ഒരു മരത്തെ അവിടെ സൃഷ്ടിച്ചു കൊടുത്തു. ചെറിയ മരം, ആവണക്കിനെ. ഒരാവണക്കിനെ അവിടെ സൃഷ്ടിച്ചു കൊടുത്തു, ചൂടടിക്കാതിരിക്കാൻ. ഇപ്പോഴും ഇത്രയൊക്കെ തെറ്റ് ചെയ്തിട്ടും തൻ്റെ മകൻ ചൂടടിക്കരുത്, അവന് ചൂട് കൊള്ളരുത് എന്ന് കണ്ട് യഹോവയായ ദൈവം, കരുണയുള്ള ദൈവം, തൻ്റെ മകന് ആവണക്ക് സൃഷ്ടിച്ച് ആവണക്കിൻ്റെ തണലിൻ കീഴിലാക്കി നിർത്തി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കഥ അറിയാവുന്നവരെ, യോനയുടെ കഥ അറിയാവുന്നവരെ, ആവണക്കിൻ്റെ തണല് കണ്ട് നീ അഹങ്കരിക്കരുത്. ആവണക്കിൻ്റെ തണല് കണ്ട് നീ അഹങ്കരിക്കരുത്. അവൻ്റെ കരുണ, അവൻ്റെ സ്നേഹം, അവൻ്റെ ദയ ഒന്നുകൊണ്ട് മാത്രമാണ് നിനക്ക് ഇന്ന് ഈ ആവണക്ക് അവൻ സൃഷ്ടിച്ച് നൽകിയിരിക്കുന്നതെന്ന് ഓർക്കാതിരിക്കുക. ഞാൻ ഓർമ്മപ്പെടുത്തുക കൂടിയാണ്. ആവണക്കിൻ്റെ തണല് കണ്ട് അഹങ്കരിക്കരുത്. അതിനെ തീർക്കാൻ ഒരു പുഴു മാത്രം മതി. അതിന് കൊടുവാളും കൊട്ടുതടിയും വലിയ വലിയ മൃഗങ്ങളും ആനയൊന്നും വന്ന് വലിച്ചു മാറ്റണ്ട ഈ ആവണക്കിനെ. ഒരു പുഴു മറക്കണ്ട. ഈ തണല് കണ്ട് അഹങ്കരിക്കരുതെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ആവണക്കിൻ്റെ തണല് കണ്ട് ഇന്ന് നീ അനുഭവിക്കുന്ന സൗഭാഗ്യങ്ങളാൽ അവൻ്റെ ദയയാണ്. നീ കാട്ടിക്കൂട്ടുന്ന പലതും ദൈവസ്നേഹത്തിന് യോജിച്ചതോ യോഗ്യമുള്ളതോ അല്ലെങ്കിൽ പോലും അവൻ നിന്നെ സ്നേഹിക്കുന്നു. ഇന്നും നിന്നെ തണൽ മരത്തിനായി ആവണക്ക് സൃഷ്ടിച്ചിരിക്കുന്നു. നീ നട്ടു വളർത്തിയതല്ല, നീ വെള്ളമൊഴിച്ച് വളർത്തിയതല്ല ഈ ആവണക്ക്. യോനായെ,
നീ നട്ടതോ നീ നട്ട് വളർത്തിയതോ അല്ല. ഇത് പോയപ്പോൾ നീ എന്ത് മാത്രം ദുഃഖിക്കുന്നുവെങ്കിൽ ഒരു ജനത്തെ ഞാൻ രക്ഷിച്ചതോർത്ത് നീ സന്തോഷിക്കുകയല്ലേ വേണ്ടതെന്ന് യഹോവയായ ദൈവം അവനോട് ചോദിക്കുന്നു. അവനക്ക് കണ്ട് അഹങ്കരിക്കാലോ? എങ്ങോട്ടാ? ഒന്ന് കേട്ടിട്ട് പോ. നിങ്ങളോട് തന്നെയാണ് ഞാൻ പറയുന്നത്. ആവണക്ക് കണ്ട് അഹങ്കരിക്കരുത്. ഞാൻ മുല്ലത്തരം ഡാലി, മുക്കാഞ്ഞിരം അഥവാ സോമൻ ഭോപ്പാൽപുര.